ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കക്ക ഫ്രൈ ആണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കക്ക നല്ല വൃത്തിയായി കഴുകി വാരി ചട്ടിയിൽ വെച്ച് അതിലൊരു 1/4 ഗ്ലാസ് വെള്ളം, ഇത്രയും മതിയാവും. ചെറിയ കക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊരു കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം നമുക്ക്. അപ്പോൾ അതവിടെ ഒരു സൈഡ് വേകട്ടെ. നമുക്കപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള സംഭവങ്ങൾ ചെയ്യാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിച്ചു. പിന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങളെന്ന് വെച്ചാൽ കുറച്ച് ചെറിയുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ചതച്ച് ചേർക്കാം. അത് ഓരോരുത്തരുടെ ആൾക്കാരുടെ ഇഷ്ടം പോലെ. അതിലേക്ക് കറിവേപ്പില ഇട്ട്, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ. ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി അതും ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ഇട്ട്, ചെറിയ ഉള്ളി ഒരു പിടി എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞതാണ്. അത് കൂടിയിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി നല്ലപോലെ വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണുള്ളൂ. കാരണം ഞാൻ ഇതിൽ മുളക് പൊടി ഇച്ചിരി ചേർക്കണുള്ളൂ. ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. കക്ക ഫ്രൈ ആണല്ലോ. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂണ് പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും എടുത്ത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്ത്, ആ പൊടിയാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഒരു കളറിന് വേണ്ടി മാത്രമാണ് അതിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ഈ കക്ക വെന്തത് ഇനി ഇതിലേക്ക് മുളക് പൊടി ഒന്ന് നന്നായി ചൂടാക്കിയ ശേഷം ഇതിലേക്ക് വെന്ത കക്ക ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കക്ക വേവുമ്പോൾ തന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഇടേണ്ട വരില്ല, കാരണം നമ്മൾ ആവശ്യത്തിന് അതിന് ഇട്ടിട്ടുണ്ട്. പിന്നെ പോരാത്തത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഒന്ന് ലാസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി, ഇത്തിരി ഒന്ന് തൂവി കൊടുത്താൽ മതി. എന്നിട്ട് കക്കയിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി. കാരണം ഇത് ഇട്ട് കഴിയുമ്പോഴാണ് ഇനി ഇതിൽ നിന്ന് ഇത് നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കും. ഇതിനകത്ത് ജലാംശം ഉണ്ടാവില്ല. പിന്നെ ഇതിൽ നിന്ന് കുറേ നേരം നമ്മൾ ഇളക്കി കൊടുക്കണം, പിന്നെ അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇട്ട ശേഷമാണ് നമ്മൾ ഈ കുരുമുളക് പൊടിയും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കുക. ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുറേ നേരം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഈ കക്ക ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ 2 മിനിറ്റ് ഇങ്ങനെ നമ്മളൊന്ന് സ്പൂൺ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടൽ സൗണ്ട് കേൾക്കും. അതാണ് ശരിക്കും ഇതിൻ്റെ പാകമായി എന്നുള്ളത് നമുക്ക് അറിയുന്നത്. ഇതിങ്ങനെ ഇളക്കി വെന്ത കക്കയാണ്, പക്ഷെ അതൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അങ്ങനെ ഇരിക്കട്ടെ. 2-3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കുക. കക്ക നല്ലതാണ്, കാൽസ്യം അടങ്ങിയ ഭക്ഷണമാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് വേഗം എളുപ്പത്തിൽ പണി ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. ഇപ്പം മീനൊക്കെ ആകുമ്പോൾ മീൻ വെട്ടിയെടുക്കണം, അതൊക്കെ പാടില്ലേ. ഇതാകുമ്പോൾ അത്രയും പാടില്ല. കഴുകി ഒരു 3-4 വട്ടം നല്ലപോലെ അങ്ങോട്ട് കഴുകി, ചെറിയ കക്ക ആയതുകൊണ്ട്. വലുതാണെങ്കിൽ അങ്ങനെ ഞെക്കി കളയാൻ അതിനകത്ത് കാഷ്ടം ഉണ്ടാകും. ഇതിനകത്ത് ഇല്ല, ഇത് കുഞ്ഞു കക്കയാണ്, അതുകൊണ്ടില്ല. ഇത് നല്ലപോലെ ഫ്രൈ ആക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അതങ്ങനെ അടി പിടിക്കും. നമ്മൾ തീ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാവൂ.
ഞാൻ ലാസ്റ്റ് പൊടിച്ച് വെച്ച പൊടിയില്ലേ, കുറച്ചുകൂടി ഉണ്ടായിരുന്നു, കുരുമുളകും പെരുംജീരകവും കൂടി. അപ്പോൾ അതൊന്നുകൂടി അതിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കും. ഒരു 5 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് എന്നിട്ടും അതിൻ്റെ ഇത് ഇങ്ങനെ ഇപ്പോൾ ക്യാമറയിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് നല്ല കറുത്ത കളർ പോലെയാണ് ഇതിൽ കാണുക, നല്ല ഡാർക്കായിട്ട് ഫ്രൈ ആയി പോയി ഇതായിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഇതിൻ്റെ കളറുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ലാസ്റ്റ് ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അത് കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കക്ക ഫ്രൈ ആയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.